അപ്പം ADHD എന്നൊരു ഡിസോർഡർ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാബിത് സാർ ഇവിടെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. ഹലോ, വെൽക്കം ടു താടി മോട്ടു ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറയാം, എടാ മോനെ അല്ലേ, അതെ, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടനായകനായ ഫഹദ് ഫാസിൽ, യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ പ്രിയപ്പെട്ട നായകൻ. എനിക്കും ഫഹദിന് ഭയങ്കര ഇഷ്ടമാണ്. എടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നും മെച്ചം. ഇപ്പോൾ ആവേശം പടത്തിന്റെ ആവേശത്തിലാണ് നമ്മൾ ഫഹദ് ഫാസിലിനൊപ്പം. ADHD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്, അതൊരു രോഗാവസ്ഥയാണ്. അതിനെപ്പറ്റി തനിക്ക് ആ രോഗമുണ്ടെന്ന് ആദ്യമായി ഫഹദ് ഫാസിൽ വെളിപ്പെടുത്താണ് ഈ പറയുന്ന പീസ് വാലി ചിൽഡ്രൻസ് അവിടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ. അതിനെപ്പറ്റി ഫഹദ് ഫാസിൽ എന്താണ് പറയണതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പം ADHD എന്നൊരു ഡിസോർഡർ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാബിത് സാർ ഇവിടെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ. ആ മുഖങ്ങളിലൂടെ എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വെളിച്ചത്തിൽ ഇന്ന് ഈ പീസ് വാലിയിൽ എന്നെ എത്തിച്ച ജഗദീശ്വരനോടും മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ്, ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതുപോലും എനിക്കറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തു തരാം. ഗൈസ്, അപ്പോൾ ADHD എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്, ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. നിങ്ങൾ പലർക്ക് അറിയോ ഇല്ലയോ എന്ന് അറിയില്ല. അതും നമ്മുടെ ഫഹദ് ഫാസിലിന് അങ്ങനെ ഒരു രോഗമുണ്ട്. 49, അത് വളരെ ചെറുപ്പത്തിലെയാണ് വരുന്ന ഒരു അസുഖമാണ്. പക്ഷെ അത് അറിയുകയാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ എളുപ്പമായിരുന്നു. പക്ഷെ 41 വയസ്സിലാണ് എനിക്കതുള്ളതെന്നും അതിൻ്റെ ആ രോഗാവസ്ഥയുടെ ചില ഡിസോർഡേഴ്സ് ആ പുള്ളിക്കുണ്ടെന്നും ആളത് സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. എന്താണ് ഈ ADHD അസുഖം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു അസുഖമുള്ളവരിൽ വരുന്ന മാറ്റങ്ങൾ എന്നും കൂടി നമുക്ക്. 41 വയസ്സിൽ തനിക്ക് ADHD ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ഫഹദ് ഫാസിൽ. ഇനി അത് മാറാനുള്ള സാധ്യതയില്ല. കുട്ടിക്കാലത്ത് തന്നെ ഈ രോഗാവസ്ഥ കണ്ടെത്താനായാൽ മികച്ച ചികിത്സയിലൂടെ എന്തായാലും ADHD മാറ്റാനാകുമെന്നും ഫഹദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് ഫഹദ് ഫാസിൽ പറഞ്ഞ ADHD എന്ന രോഗാവസ്ഥ? നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ.
ADHD സാധാരണമായി കുട്ടികളിലാണ് കാണുന്നത്. അപൂർവമായി മുതിർന്നവരെയും ഇത് ബാധിക്കാറുണ്ട്. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാകാതെ വരുന്ന ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്ന ഇംപൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ. വളരെ വേഗം അസ്വസ്ഥനാവുക, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക, വളരെ പെട്ടെന്ന് ബോറടിക്കുക, ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ, അടങ്ങിയിരിക്കാത്ത പ്രകൃതം, ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക, അലസത, വിഷാദം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ ഭാരക്കുറവ്, ജനിതക ഘടകങ്ങൾ, കുടുംബ പാരമ്പര്യം, മസ്തിഷ്കത്തിൽ ഏൽക്കുന്ന പരിക്കും ആഘാതവും എന്നിവ ADHDയുടെ കാരണങ്ങളാണ്. ഇതേ പ്രശ്നങ്ങൾ മുതിർന്നവരിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് സത്യം. ചില ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മുതിർന്നവരിലെ ADHD നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി മുതിർന്നവരിൽ ഉണ്ടാകുന്ന ADHDയുടെ ചില ലക്ഷണങ്ങളിലേക്ക് വരാം. മറവി, സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക, ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകിയിരിക്കുകയും അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക, എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ, എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുക, ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത അവസ്ഥ, ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ചോദ്യങ്ങൾ ചോദിച്ച് തീരും മുമ്പ് ഉത്തരം പറയുക, മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലാത്തത് മൂലം ഇടയിൽ കയറി സംസാരിക്കുക, ഇതെല്ലാം തന്നെ മുതിർന്നവരിലെ ADHDയുടെ ലക്ഷണങ്ങളാണ്. ശാരീരിക രോഗാവസ്ഥ പോലെ ശ്രദ്ധ കിട്ടാതെ പോകുന്നതാണ് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളിൽ. കുട്ടികളുടെ പല മാനസിക വൈകല്യങ്ങളും കുറുമ്പും കുട്ടിത്വവുമായൊക്കെ തെറ്റിദ്ധരിച്ചാണ് മാതാപിതാക്കൾ കൈകാര്യം ചെയ്യാറ്. എന്നാൽ കൃത്യമായ രോഗാവസ്ഥ തിരിച്ചറിയാതെ പോയാൽ മുതിർന്നവരിലും ഇത്തരം പ്രശ്നങ്ങൾ പിന്തുടരുകയും ജീവിത അവസാനം വരെ ബുദ്ധിമുട്ടുകയും ചെയ്യും. ബിഹേവിയറൽ തെറാപ്പിയാണ് ADHDയുടെ ആദ്യഘട്ട ചികിത്സ. അപ്പോൾ ADHD എന്ന് പറയുന്ന അസുഖം ഇപ്പോഴായിരിക്കും ഫാസിൽ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴായിരിക്കും പലരും അറിയുണ്ടാവുക. എന്നാൽ അത് അറിയുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫോർമേഷനാണ്. എനിക്കും അറിയുന്നുണ്ടായില്ല, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഇത് കൂടുതലും കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പക്ഷെ മുതിർന്നവരിലും ഇത് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പൊ ഫസിലിന് ഈ 41-ാം വയസ്സിൽ അതുണ്ട്. അതിൽ ഇപ്പൊ ഒരു അസുഖം വന്നപ്പോൾ പനിയുള്ളവർക്ക് എല്ലാവർക്കും തൊണ്ടവേദനയും ചുമയും വരണമെന്നില്ല. എന്നാൽ ശരീരം മുഴുവൻ നല്ല ചൂടും തലവേദനയും ഉണ്ടായിരിക്കും. എന്നാൽ തലവേദന എല്ലാവർക്കും വരണമെന്നില്ല, ചിലപ്പോൾ തൊണ്ടവേദനയായിരിക്കും ഉണ്ടാവും. അതുപോലെ ഈ ADHD എന്ന് പറയുന്ന അസുഖത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ചില ഡിസോർഡേഴ്സ് ഫഹദ് ഫാസിലിനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തോന്നുന്ന സംശയം, ഈ പറയുന്ന ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത് നമുക്കുണ്ടാവുന്നു. ഇന്നത്തെ ഈ സ്ട്രെസ് ലൈഫ് ആണല്ലോ. ഇന്നത്തെ ഈ സ്ട്രെസ് ലൈഫിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആവറേജ് നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന അസുഖം വരാനുള്ള സാധ്യത ഏറെയാണ്. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, നമുക്കാർക്കും അറിയാതെയായിരിക്കും. അത്രയും സ്ട്രെസ്ഡ് ലൈഫാണ്. നമുക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത കാര്യം ഓടിപ്പോയി ചെയ്യണം, അത് തീർക്കണം, ഇത് തീർക്കണം, അത് ചെയ്യണം, അങ്ങനെ ഒന്ന് ഇരിക്കാനോ ഉറങ്ങാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ പോലും പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങളാണ് ഇന്ന്. ഓട്ടാണ് എല്ലാവരും. അപ്പോൾ എന്താ പറയുക, പിന്നെ കുട്ടികൾക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും മനസ്സിലായാലും കുട്ടികളെ കുടുംബമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാവുന്നൊക്കെ പറയുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുമ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുമല്ലോ. നമ്മൾ എന്തായാലും ഓരോരോ നമുക്ക് അറിയാത്ത പുതിയ കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഫഹദ് ഫാസിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയാൻ പറ്റി. അദ്ദേഹം അഭിനയിക്കുന്ന പടങ്ങൾ, ഒട്ടുമിക്ക പടങ്ങളും ഏകദേശം ഇതുപോലെ ഡിസോർഡറായി വരുന്ന പോലത്തെ പടങ്ങളാണ്. കിളി പോയപ്പോഴത്തെ എനിക്ക് തോന്നും നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിലും പിന്നെന്താ എല്ലാവരും വെടിവെച്ച് കൊള്ളുന്ന ഒരു പടം ഉണ്ടല്ലോ, അയ്യോ അതിലും ഇതുപോലൊരു സൈക്കോ പോലെയാണ്. മറ്റേ ഷമ്മിയുടെ ക്യാരക്ടറാണ്. ഒരുപാട് മിക്കവാറും പടങ്ങളിലെ ആളുടെ ഒരു സൈലൻസും ആളുടെ ഒരു മൊമെന്റ്സും രീതികളും ആൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും ഇതുപോലത്തെ തന്നെയാണ് തോന്നുന്നു. ചെറിയൊരു എവിടെയോ എന്തോ മിസ്റ്റേക്കുള്ള പോലെ. പക്ഷെ അതല്ല, ആള് കിഡിലിനായിട്ട് അഭിനയിച്ച് നല്ലൊരു നടനാണ്. ഈ ADHD എന്ന് പറയുന്നത് മെന്റലോ പ്രാന്തോ കാര്യങ്ങളോ ഒന്നുമല്ല. ചില ഇതിൽ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്ത് മുഴുവൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിങ്ങളിത് കാണുന്ന എല്ലാവർക്കും ഇത് ഇങ്ങനെ നമുക്കുണ്ടോ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. കാരണം അത്രയും നമുക്ക് ടൈം ഇല്ല, എന്നാൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം മതിയാവാത്തൊരവസ്ഥ. അപ്പോൾ എന്തായാലും ഈ ADHD അസുഖങ്ങൾ
ഉള്ളവര് അത് കണ്ടുപിടിച്ചാൽ നേരത്തെ ചെറുപ്പത്തിലെ കുട്ടികളിൽ ആണ് അത് കൂടുതലും വരെ. അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാറാൻ പറ്റും, ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് പറയുന്നു. അത് മുതിർന്നു കഴിഞ്ഞ് അത് അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല, അതുമായി സെറ്റ് ആവേണ്ടി വരും. എന്തായാലും അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. മോനെ താടിയും പൊട്ടും ടോക്സ്. ബൈ.